അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്ന നമ്മുടെ ആദ്യം തന്നെ നമ്മളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശൈത്യകാലത്ത് മഞ്ഞുകാലത്ത് നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നാമത്തെ പ്രശ്നമാണ് നമുക്ക് ചുമ, ജലദോഷം, തുമ്മല്. അപ്പൊ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചുമ വരുന്നത് അല്ലെങ്കിൽ ജലദോഷം വരുന്നത്? അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഒരു ഇന്റേണൽ ആയിട്ട് ഒരുപാട് അവയവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ശ്വാസകോശം. ഈ ശ്വാസകോശം രണ്ട് അറകളുണ്ട് അതിന്. അപ്പൊ ഈ അറകൾ ഒരു സ്പോഞ്ച് പോലത്തെ അറകളാണ്. അപ്പൊ അതിൽ നമ്മൾ ശ്വസിക്കുന്ന വായു ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോ അല്ലെങ്കിൽ ആ ലങ്സിൽ മലിനപ്പെടുമ്പോ ആ ലങ്സിൽ അപ്പൊ നമ്മൾ അത് ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും ആ ശ്വാസകോശം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ അതിൽ നമുക്ക് കൂടുതലായിട്ട് മഞ്ഞുകാലാവുമ്പോ കാറ്റുകാലാകുന്ന സമയത്ത് പൊടിപടലങ്ങളൊക്കെ പാറി പോകുന്ന സമയമാണ് അല്ലെ. നമ്മളുടെ മുറ്റത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് കാറ്റടിച്ചിട്ട് പൊടിപടലങ്ങളൊക്കെ നമുക്ക് മൂക്കിലൂടെ നമ്മുടെ ശ്വാസനാളിയിലൂടെ ശ്വാസകോശത്തിലേക്ക് നമുക്ക് എത്തും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അവിടെ മലിനപ്പെടും. ഈ മലിനപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഫാൻ നല്ല ഹൈ സ്പീഡിലായിരിക്കും നമ്മൾ, ഏറ്റവും മാക്സിമം സ്പീഡ് അതാ, ആ മാക്സിമം സ്പീഡിലായിരിക്കും നമ്മൾ ഫാൻ ഇടുക. ഈ ഫാൻ ഇടുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ വായയിൽ കൂടി മൂക്കിൽ കൂടി ഒക്കെ നമുക്ക് പൊടിപടലങ്ങൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് ഈ ശ്വാസനാളിയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് അപ്പോഴും ആ സ്പോഞ്ചിൽ മലിനപ്പെടുമ്പോൾ എത്രയായാലും നമ്മളൊരു വാട്ടർ ഫിൽട്ടർ ചെയ്യുന്ന വെള്ളമായാലും കുറെ കഴിഞ്ഞാൽ ആ ഒരു ഫിൽട്രേഷൻ മാറ്റണം. പക്ഷെ നമുക്ക് കുറെ കഴിയുമ്പോൾ ശ്വാസകോശം എടുത്ത് മാറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് കൊറോണ ഉള്ള ആൾക്കാർ അല്ല മാസ്ക് ഇടേണ്ടത്. നമ്മൾ മാക്സിമം എല്ലാവരും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും മാസ്ക് ഇട്ട് വണ്ടിമേലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ട് പുറത്ത് പോവാൻ ശ്രമിക്കുക. അപ്പൊ അത് ഒരുപാട് വൈറസിന് നമ്മളിലേക്ക് നമുക്ക് വരാതിരിക്കാൻ നമുക്കൊരു സേഫ് ആയിട്ട് നമുക്കത് ഉപകരിക്കും. മാത്രമല്ല പല ആളുകൾക്ക് ജലദോഷം തുമ്മലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറി വരാതിരിക്കാൻ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വലിയ രീതിയിൽ സഹായിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരം കൊണ്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരദാനമാണ് നമ്മൾക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളത്. ഒരാൾക്ക് വെള്ളം ഇല്ലാണ്ടും ഭക്ഷണം ഇല്ലാണ്ടും ഒരാഴ്ച 2 ആഴ്ച ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ കൂടുതലൊന്നും നമുക്കൊരു ശ്വാസം പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ ശ്വാസം എടുക്കാനുള്ള പ്രയാസം ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ണിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ ഒരു ശ്വാസത്തിന് വേണ്ടിയിട്ട് അവര് മരണത്തോട് മല്ലടിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ഒരു അനുഗ്രഹം എത്രമാത്രം വലുതാണെന്ന്. അതൊന്ന് തിരിച്ചറിയാൻ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഇവിടെ വെച്ചിട്ട് ഒന്ന് എത്ര സെക്കൻഡ് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് സ്വാഭാവിക രീതിയിൽ നമുക്ക് ബ്രീത്തിങ് ഒരു നോർമൽ രീതിയിലാണ് നമുക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എല്ലാവരും ഇതൊരു ശീലമാക്കി മാറ്റുക. ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഓക്സിജൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ നമ്മളെ ബോഡിയിലേക്ക് ഓക്സിജൻ എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസിലേക്കും ഓക്സിജന്റെ അളവ് സ്പീഡിൽ ചെല്ലുന്ന സമയത്ത് ബ്ലഡിന്റെ ഫ്ലോയിങ് എന്ന് വെച്ചാൽ ബ്ലഡിന്റെ ഫ്ലോ കൂടുതലായിട്ട് എല്ലാ അവയവങ്ങളിലേക്കും പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ തണുപ്പ് കാലായ ആൾക്കാർ പറയുന്നതാണ് അല്ലെ, കൈയൊക്കെ കോച്ചി പിടിക്കുക, കാല് കോച്ചി പിടിക്കുന്നത്, തണുപ്പ് മരിവിപ്പ്, ഇതൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്താണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നോർമൽ രീതിയിൽ നമ്മളൊരു ഓക്സിജൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഓക്സിജൻ എടുക്കുമ്പോൾ എല്ലാ ഓർഗൻസിലേക്കും കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ
നടക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിൽ രക്തോട്ടം നടക്കുമ്പോൾ നല്ല ഒരു ഉണർവും ഉന്മേഷവും വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ബോഡിയെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മാക്സിമം നമ്മൾ മാസ്ക് ധരിക്കുക, അത് നമ്മളൊരു ശീലമാക്കി മാറ്റുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2-3 പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട 3 പ്രൊഡക്റ്റ്. അതിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിൽ ആദ്യമേ ഞാൻ പറയുന്ന ഈ ഒരു അഷ്ടതുളസി ഡ്രോപ്സ് ആണ്. എന്താണ് അഷ്ടതുളസി, എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 8 തരം തുളസിന്റെ ഒരു ഡ്രോപ്സ് ആണ്. 8 തരം തുളസിയിൽ നിന്ന് എടുക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ ഒരു ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ചുമ, ജലദോഷം, തുമ്മല് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു വമ്പൻ സൊല്യൂഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൽ പ്രധാനപ്പെട്ട 8 തരം തുളസി എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ പേരുകളാണ്. നമ്മൾ ചിലപ്പോൾ 2 തരം പേരുകളൊക്കെ ആയും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമുക്ക് 8 തരം തുളസി, ഏതൊക്കെ തുളസി എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനത് പറഞ്ഞു തരാം. അപ്പൊ ഇത് അടങ്ങിയിരിക്കുന്നത് 8 തരം തുളസിയുടെ ഒരു മിശ്രിതമാണ്. അതോടൊപ്പം തന്നെ ഇത് കുടിക്കേണ്ടത് നമ്മുടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 തുള്ളി ആഡ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക. അത് പല തവണകളായിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാം. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 തുള്ളി, നേരിയ ചൂടുവെള്ളത്തിൽ 2 തുള്ളി ആഡ് ചെയ്ത് കുടിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് അണുബാധകളെ തടക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചുമ, ജലദോഷം, തൊണ്ടവേദന എന്നിവയിൽ നിന്നൊക്കെ നല്ലൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിൽ കയറിയിട്ടുള്ള ഒരുപാട് വിഷാംശങ്ങളെ ഡീടോക്സിഫിക്കേഷൻ നടത്താൻ നമുക്കത് ഉപകരിക്കുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറക്കാൻ നല്ലതാണ്, സ്ട്രെസ് കുറക്കാൻ നല്ലതാണ്. തുളസി എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ ഒരു ഔഷധമാണ്, പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് തുളസി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് നമുക്ക് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ വയറിന്റെ അസ്വസ്ഥതകളൊക്കെ നല്ല രീതിയിൽ നമുക്കൊരു ശമനം കിട്ടും. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 8 തരം തുളസി എന്ന് പറയുന്നത്, ഒന്ന് രാമതുളസിയാണ്, പിന്നെ കൃഷ്ണ തുളസി ഉണ്ട്, അതോടൊപ്പം തന്നെ കർപ്പൂര തുളസി ഉണ്ട്, വനതുളസി ഉണ്ട്. നമ്മൾ ഈ പേരൊന്നും കേട്ടിട്ടില്ല, 1-2 പേരുകളാവും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. പിന്നെ അർജക തുളസി ഉണ്ട്, ഗജതുളസി ഉണ്ട്, രക്തതുളസി ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരു 8 തരം തുളസിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രോപ്പാണ്. അപ്പോ നമുക്കിത് നല്ല രീതിയിൽ നമുക്കത് ഒരു തുളസി തന്നെ നമുക്ക് പിഴിഞ്ഞ് കുടിക്കേണ്ട അവസ്ഥ നമുക്കറിയാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഭയങ്കര പണ്ടത്തെ പോലെയല്ല, അപ്പൊ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പൊ ഈ തുളസിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ചെറിയ ഡ്രോപ്സ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 തുള്ളി ആഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. ഇനി തേനിൽ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. എങ്ങനെ ആയാലും വേണ്ടില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ശമനം കിട്ടുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഷ്ടതുളസി സിറപ്പ്. അപ്പൊ ഇത് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക. കമ്പനി നമുക്ക് തരുന്ന റേറ്റിലൊക്കെ വളരെ എന്താ പറയാ, ഇത് ഒരുപാട് ആളുകൾക്ക് നമ്മളെ ബാഗിൽ ഇത് ഒന്നൊന്നും പോരട്ടോ. ഇത് ഈവൻ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു 5 എണ്ണം 10 എണ്ണം ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണം. എന്നിട്ട് നിങ്ങളിത് മാക്സിമം ആളുകളിലേക്ക് കൊടുക്കണം. ഇതിന്റെ DP പ്രൈസ് വെറും 185 രൂപ വരുന്നുള്ളൂ. MRP 244 രൂപ. നിങ്ങൾക്ക് ഇത് റീറ്റെയിൽ ചെയ്താൽ നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ഉണ്ട്, അവർക്ക് രോഗശമനം കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അഷ്ടതുളസി ഡ്രോപ്സ് നിങ്ങൾ എല്ലാവരും വാങ്ങാം. നിങ്ങളെ വീട്ടിൽ ഇത് സ്റ്റോക്ക് ഉണ്ടാവണം. അത് ഒന്നൊന്നും പോരാ, നിങ്ങൾ 2 3 ഒന്നൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെസ്പിറേറ്ററി സിറപ്പ്. എന്താണ് റെസ്പിറേറ്ററി സിറപ്പ്? ഈ റെസ്പിറേറ്ററി സിറപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും വളരെ വലിയ ഒരു ഔഷധം തന്നെയാണ്. അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റ്, ഇപ്പൊ നമുക്ക് ഇനി 300ഓളം പ്രൊഡക്റ്റ് വരാൻ കിടക്കണം. അപ്പൊ നമ്മൾ ആകാംക്ഷയാണ്, ഇനി എന്തൊക്കെ പ്രൊഡക്റ്റാ സെമീർജി ഇറക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം 900ഓളം പ്രൊഡക്റ്റ് ആയി. ഡയറക്ട് സെല്ലും ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ആയിട്ട് മോഡിക്കേർ മാറി.
ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഏതൊക്കെ അസുഖങ്ങൾക്ക് എന്തൊക്കെ സൊല്യൂഷനാണ് നമുക്ക് സെമിർജി തരുന്നത് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനിയും വരാൻ കിടക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ഒരു റെസ്പിറേറ്ററി സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആയുർവേദ ഔഷധമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ കെയറോട് കൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ പരിപാലിക്കേണ്ട ഒരു അവയവമാണ്. അപ്പൊ ഈ ശ്വാസകോശ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും കുറക്കാൻ ഇത് വലിയ രീതിയിൽ ഉപകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ശ്വസനം എളുപ്പമാക്കാൻ നമുക്കിത് വലിയ രീതിയിൽ ഇത് ഉപകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് തടസ്സം നീങ്ങാൻ, കഫക്കെട്ട് കുറക്കാൻ, എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ചുമ വന്നു കഴിഞ്ഞാൽ വിത്ത് 3 ആഴ്ച 4 ആഴ്ചയോളം നമുക്കത് പിടിക്കും മാറിക്കിട്ടാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ട്, ഡ്രൈ ആയിട്ട് നമ്മൾ ചുമക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള കഫൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ചുമ വന്നാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, ആൾക്കാരുടെ ഇടയ്ക്ക് പോകാൻ കഴിയില്ല. ഭയങ്കര നമുക്കതിങ്ങനെ മുട്ടുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥതയാണ്. നമ്മൾക്കത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു എന്താണ് ചുമ നല്ല സുഖമായിട്ട് കിട്ടുന്നത് വരെ നമ്മളത് ചുമച്ചുകൊണ്ടിരിക്കും, ആ കഫം കണ്ട് പോകുന്നത് വരെ. അപ്പൊ ഒരുപാട് യൂറിൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തൊണ്ടവേദന ഉണ്ടാവും, ചിലപ്പോ അങ്ങനെ വയറിന്റെ നാവിന്റെ അവിടെ വേദന, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചുമ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ കഫക്കെട്ട് കുറക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ തടസ്സം നീങ്ങാന്, ശ്വാസകോശത്തിലെ തടസ്സങ്ങൾ മാറ്റി സുഖകരമായ ഒരു ശ്വസനത്തിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനൊക്കെന്ന് വെച്ചാൽ വിട്ടുമാറാത്ത ചുമ, തൊണ്ടവേദന, അലർജി എന്നിവക്കുള്ള ഒരു പ്രതിരോധ ഔഷധം കൂടിയിട്ടാണിത്. അപ്പൊ ഇതില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന് രോഗപ്രതിരോധ ശേഷിക്കാണ്, മറ്റൊന്ന് ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ, ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ, അതോടൊപ്പം തന്നെ ഇതിൽ ആൽക്കഹോൾ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഒരുപാട് ചുമയുടെ മരുന്നുണ്ട്. പക്ഷെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക എന്ന് വെച്ചാൽ മയക്കം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ഉറക്കം തൂങ്ങുക, അങ്ങനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതിൽ പ്രധാനപ്പെട്ടുള്ളത് ഇതിൽ ആൽക്കഹോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ ഇതിൽ തേനുണ്ട്, അതോടൊപ്പം തന്നെ ഇതിൽ തുളസിയുണ്ട്. ഇത് തുളസി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അണുബാധ തടയാൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് അത് പിന്നീട് അത് ഉപകരിക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരാളോട് പറയുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുക, ഇതിൽ എന്താ പിന്നെ ഉള്ളത്, ഇത് എന്തിന്റെ കണ്ടന്റ്, ഇത് എന്ത് പ്രൊഡക്റ്റ് ആണ്, ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കും ചോദിക്കാൻ നമുക്ക് അത് പറയാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഒന്ന് തുളസിയാണ്. ഇത് നമുക്കുള്ളത് അണുബാധ തടയാനും ശ്വാസനാളം വൃത്തിയാക്കാനുമാണ് നമുക്ക് ഈ ഒരു തുളസി എന്ന് പറയുന്ന കണ്ടന്റ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു ശ്വാസകോശ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മികച്ച ഒരു ഔഷധമാണത്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ എഷ്ടിമധു എന്തിനാന്ന് വെച്ചാൽ തൊണ്ടയിലെ അസ്വസ്ഥതകൾ കുറക്കാനാണ് എഷ്ടിമധു എന്നുള്ള ഒരു കണ്ടന്റ് അതിലുണ്ട്. അതോടൊപ്പം തന്നെ ചുക്കുണ്ട്, കുരുമുളകുണ്ട്, തിപ്പലിയുണ്ട്, ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇതിലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ചുക്കും കുരുമുളകും നമുക്കറിയാം, കഫക്കെട്ട് വന്നാൽ, ചുമ വന്നാൽ, പനി വന്നാലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിൽ ചുക്കും കുരുമുളകും തിപ്പല്ലി എന്നാണ് പറയുന്നത്, സോറി തിപ്പല്ലി. ഞാൻ ആ പേരൊക്കെ ഇപ്പൊ മൊടിക്കർ വന്നതിന് ശേഷം അതൊക്കെ കേൾക്കുന്നത്. അപ്പൊ തിപ്പല്ലി, ഇതൊക്കെ കഫം അലിയിച്ച് കളയാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് തേന് നമുക്കറിയാം, ഈ സിറപ്പിന് ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് തേന് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊണ്ടക്ക് നല്ല ആശ്വാസം ലഭിക്കാനും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇത്രയും കണ്ടന്റ് ആണ് ഇതിലുള്ളത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ചുക്കും കുരുമുളകും തിപ്പല്യം, അതോടൊപ്പം തന്നെ വാസ, പിന്നെ ഉള്ളത് തുളസി, തേന്, ഇത്രയും കണ്ടന്റ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തികച്ചും ആയുർവേദിക്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഇത് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം, കുട്ടികൾക്കും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ എടുത്തു പറയേണ്ട കാര്യം, ആസ്മ, അലർജി, വർഷങ്ങളോളമായിട്ട് നമുക്ക് ആസ്മക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമുണ്ട്. 30 വർഷം ഇൻഹലർ വലിച്ച ആളുകൾക്കടക്കം നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് മാറ്റുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ടോ? ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഇവരിലേക്ക് ഇത് ആരെത്തിക്കും?
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കാവുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇത് എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുക, ഇത് നന്നായിട്ട് ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. കാരണം ഈ ഒരു കാലാവസ്ഥയിൽ ഇറങ്ങുന്ന അസുഖങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഈ 2 പ്രൊഡക്റ്റുകൾ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എല്ലാവരും ഇത് കുടിക്കേണ്ട രീതി 10 വയസ്സ് മുകളിലുള്ള ആളുകൾക്ക്, വലിയ ആളുകൾക്ക് 10 മില്ലി വീതം 2 നേരാണ്. ശ്രദ്ധിക്കുക, 10 മില്ലി വീതം 2 നേരാണ്. കുട്ടികൾക്ക് കൊടുക്കാം, 5 വയസ്സിന്റെ മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം. 3 to 5 മില്ലി വരെ നിങ്ങൾക്ക് കൊടുക്കാം. 3 to 5 മില്ലി വരെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് ഇത് കൊടുത്ത് ശീലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ കഫം 3 ദിവസം 4 ദിവസം ആകുമ്പോഴേക്കും കഫം കംപ്ലീറ്റ് ഇളകി ശ്വാസകോശം ക്ലീൻ ആയി ശ്വാസനാളം ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാവരും നന്നായിട്ട് വാങ്ങി ഉപയോഗിക്കാം. പിന്നുള്ളതാണ് നമ്മുടെ കുട്ടി ഡോക്ടർ. ഇതെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ടീ ട്രീ ഓയിൽ, അല്ലെ? ടീ ട്രീ ഓയിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീ ട്രീ ഓയിലിനെ കുറിച്ച് നമുക്കറിയാം. ടീ ട്രീ ഓയിൽ നമ്മളെ വീട്ടിൽ ഒരു റൂമിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ എന്താ അവസ്ഥ? നമുക്ക് എന്ത് അസുഖത്തിന് ആ ഡോക്ടറെ അടുത്ത് പോയാൽ മതി, അല്ലെ? ഫീസ് കൊടുക്കണ്ട, വണ്ടി കൂലി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഈ ഒരു കുട്ടി ഡോക്ടർ അമേസിങ് റിസൾട്ട് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇതിൽ കൂടെ ആഡ് ചെയ്ത് ഞാൻ പറയാണ്, നമ്മുടെ ചർമ്മത്തിന് മുടിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ഇത്. ബാക്ടീരിയനെ, ഫംഗസ്, വൈറസിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ താരനക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. തലയോട്ടിലുള്ള ചൊറിച്ചിലുകൾക്ക് വെളിച്ചെണ്ണയിൽ 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുളിക്കുന്നതിന്റെ മുന്നേ തേച്ച് നിങ്ങൾക്ക് കഴുകി കളഞ്ഞാൽ താരനക്കൊക്കെ നല്ലൊരു മാറ്റം കിട്ടും. മുറിവ് ഉണക്കാൻ നല്ലതാണ്. പൊള്ളിയാല് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നല്ലതാണ്. പ്രാണി കടിച്ചാല് അതിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിനൊക്കെ നല്ല ഒരു ഗുണം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഈ ടീ ട്രീ ഓയിൽ നമുക്ക് മുടിക്കും, വെളിച്ചെണ്ണയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണയിൽ നമുക്ക് 2-3 തുള്ളി ആഡ് ചെയ്തിട്ട് തലോട്ടിൽ മസാജ് ചെയ്യുക, താരനക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം, പല ആൾക്കാർ ജലദോഷം വന്നു കഴിഞ്ഞാൽ ബാമൊക്കെ ഒരുപാട് വാരി തേക്കും, അല്ലേ? തലവേദനക്ക്, ജലദോഷത്തിന്, അതോടൊപ്പം തന്നെ പല രീതിയിൽ നമുക്കത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊള്ളൂല, ശരീരത്തിൽ പൊള്ളലേൽക്കൂല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോവാം. പിന്നെ നിങ്ങൾക്ക് ജലദോഷം വരുന്ന സമയത്ത് കൈയിന്റെ പുറത്ത് തേച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യാം, തൊണ്ടയിൽ തേക്കാം, തലയുടെ ഭാഗത്ത് തേക്കാം. കുട്ടികൾക്കാണെങ്കിൽ ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു തുണിയിൽ ഒരു ചെറുതായിട്ട് ആക്കിയിട്ട് അവർക്ക് സ്മെല്ല് ചെയ്യാൻ കൊടുക്കുക, സ്മെല്ല് ചെയ്യിപ്പിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ 2 കാൽപാദത്തിന്റെ അടിയിൽ തേക്കുക, മർമ്മ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുക പെട്ടെന്ന് ബോഡിയിൽ. പിന്നെ കഴുത്തിന്റെ ഈ ഒരു ബാക്ക് സൈഡിൽ, നമ്മുടെ കഴുത്തിന്റെ നെക്കിന്റെ ഈ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് മുതുകില് ആ ജോയിന്റിന്റെ അവിടെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ പൊള്ളിയാല്, കടന്നല് കുത്തിയാല്, ഈ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കത് ഉപകരിക്കുന്ന ഒരു കൊച്ചു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു 3 പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു തുമ്മല്, ജലദോഷം, കഫക്കെട്ട്, അതോടൊപ്പം തന്നെ തൊണ്ട ചൊറിച്ചല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളത് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ്. പ്രത്യേകം എടുത്ത് പറയും, എനിക്ക് ജലദോഷം ഒന്നുമില്ല, കഫക്കെട്ട് ഒന്നുമില്ല, പിന്നെ ഞാൻ ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജലദോഷത്തിന് മുൻകൂട്ടി നിങ്ങൾ അണുക്കളെ ചെറുക്കാൻ ഈ അഷ്ടതുളസി എല്ലാവരും കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 തുള്ളി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ജലദോഷം തുമ്മലും വരാനൊന്നും കാത്തു നിൽക്കണ്ട. ഇത് നിങ്ങൾ മുൻകൂടിയായിട്ട് നിങ്ങളത് കുടിക്കുന്നത് നല്ലതാണ്. വാട്ടർ ബോട്ടിൽ, കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലുകളിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ 2 തുള്ളി ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന ബോട്ടിലുകൾ കൊടുക്കാം. അപ്പൊ ഇതൊരു ശീലമാക്കി നമ്മൾ മാറ്റുക. ഈ ശീലമാക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഒരുപാട് കുട്ടികൾക്ക് പിന്നെ ആ ഒരു അസുഖം നമുക്ക് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാവരും നന്നായിട്ടൊന്ന് ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്
അപ്പൊ ഇത് ഈ ഒരു നമ്മുടെ അലർജിയുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്കത് മാറ്റിയിടുക. ഇതിലൂടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബണ്ടൽ ബാക്കിൽ ഇല്ല എങ്കിൽ കൂടെ ഞാൻ മുൻകൂട്ടി പറയുകയാണ്, ചില ആളുകൾക്ക് ഒരുപാട് വർഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഉള്ളിലേക്ക് ഒരു സപ്ലിമെന്റ് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ ഡി. കാരണം ഈ പ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ, ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിൽ നമുക്ക് ഈ അലർജി കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടോ, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇമ്മ്യൂണിറ്റി പവർ ലോ ആവുമ്പോഴാണ് നമുക്ക് ഈ ഏത് അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് ഓടി കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റൂമിൽ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്രമാത്രം പ്രകാശിക്കുന്നുവോ അത്രമാത്രം പവറാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഗുണം. അത് എല്ലാ ഹോർമോണിനും കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് വൈറ്റമിൻ ഡി. അപ്പൊ അത് അങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അത് ഞാൻ കൂട്ടിച്ചേർത്തെന്ന് മാത്രം. അതെല്ലാവരും മാക്സിമം ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക, ആളുകളിലേക്ക് കൊടുക്കാനും തയ്യാറാവുക. അപ്പൊ ഇതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കാൽപാദം വിള്ളല് അല്ലെ. കാൽപാദം വിള്ളല് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്, കാൽപാദം വിണ്ട് കീറല്. അപ്പൊ അതിന് നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ കൊടുക്കാം? ഫൂട്ട് ക്രീം നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫൂട്ട് ക്രീം. അത് പല ആൾക്കാരും കാൽപാദമൊക്കെ, ചില ആൾക്കാരതൊക്കെ കാല് വിണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സുലഭമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മുടെ കാൽപാദം നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഫൂട്ട് ക്രീം. അപ്പൊ ഇതെല്ലാവരും അതും ഒന്ന് നന്നായിട്ടൊന്ന് ആ ഫൂട്ട് ക്രീം നന്നായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുക. അതും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ആളുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് അതൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഒരു ഫൂട്ട് ക്രീം നമ്മുടെ കാലിലെ വിള്ളല് മാറ്റാനും അതോടൊപ്പം തന്നെ ചർമ്മം മൃദുവാക്കാനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ അതിൽ ഒരുപാട് ഉപ്പൂറ്റിയുടെ വിള്ളലിലേക്കും അതോടൊപ്പം തന്നെ വിണ്ട് കീറലിന്റെ ഉപ്പൂറ്റികളെ നല്ല രീതിയിൽ ക്രാക്ക്ഡ് ഹീൽസ് നമുക്ക് ആ വിള്ളലിച്ച മാറിച്ച് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്നത് ഒന്ന് കൊക്കം ബട്ടർ ആണ്. കൊക്കം ബട്ടർ നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്താനും ഈർപ്പം നൽകാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടന്റ് അതിലുണ്ട്. അതോടൊപ്പം തന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്, അത് അണുബാധ തടയാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. പിന്നെ ഒലീവ് ഓയിൽ ഉണ്ട്. ഇത് രക്തോട്ടം നമുക്ക് സോറി സ്ക്രീന് മാറിയിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ. അപ്പോ നമുക്ക് ഈ ഒരു രക്തോട്ടം സുഖമാക്കാനും കൂടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സഹായിക്കും. അപ്പോ നമ്മുടെ കാൽപാദങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സുഗമമായിട്ടുള്ള ആ ഒരു വഴുവഴുപ്പ് മറ്റേ ക്രാക്കഡ് മാറാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒലീവ് ഓയിൽ ഇതിലുണ്ട്, അതോടൊപ്പം തന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്, കൊക്കം ബട്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാ. ഈ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ക്ലോവ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ ഉണ്ട്. ഇത് രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മെന്തോള്, കർപ്പൂരം, ഇത് കാലുകൾക്ക് തണുപ്പും സുഖവും നൽകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഫൂട്ട് ക്രീമിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ വെറുതെ ഒരു ഫൂട്ട് ക്രീം എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇതിൽ ഒരുപാട് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി, പാദം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം അല്പം ക്രീം എടുത്തിട്ട് ഉപ്പൂറ്റിയിൽ വിള്ളിലുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉപയോഗിക്കുക. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ അതിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അതിൽ നിന്ന് കാൽമെന്നൊക്കെ അത് പോകും. അപ്പൊ അതുകൊണ്ട് ഉറങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒരു ബെറ്റർ ആയിട്ട് അത് മാറും. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ 4 പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു, ഫൂട്ട് ക്രീം പറഞ്ഞു. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് സ്കിന്നിന് വരൾച്ച അല്ലേ. പിന്നെ നമുക്ക് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, സ്കിന്നിന് എപ്പോൾ ഡ്രൈനെസ് വരും, സ്കിന്നിന് എപ്പോഴും പൊട്ടല് വരും, സ്കിന്നിന് ഒരു മുരിച്ചിൽ വരും. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എസെൻഷ്യൽ മറ്റേ ഡീപ്പ് നൗറിഷിംഗ് കോൾഡ് ക്രീം. എല്ലാവരും ഇതിപ്പോ ബില്ലിംഗ് ഒക്കെ ഉണ്ട്, എല്ലാവരും വാങ്ങിക്കുക. ഇത് ഈ ഒരു ശൈത്യകാലത്ത്, ഈ ഒരു തണുപ്പ് കാലത്ത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു നൗറിഷിംഗ് കോൾഡ് ക്രീം. ഇത്
ചർമ്മത്തെ നമുക്ക് വല്ലാണ്ട് വരണ്ട് പോവാതിരിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ഇതിലുള്ളത്. നമുക്കറിയാം, ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഷിയ ബട്ടർ, ഒലീവ് ഓയിൽ, അലോവര, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ചർമ്മത്തിന്റെ പ്രത്യേകം പറയേണ്ടത്, ഇത് ചർമ്മത്തിന്റെ ഉൾപാളികൾ, നമുക്കറിയാം ചർമ്മത്തിന് 3 ലെയർ ഉണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ ഇതിലുണ്ട്. കറ്റാർവാഴ ഉണ്ട്, തേനുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നല്ല രീതിയിൽ ചർമ്മത്തെ സംരക്ഷിക്കുന്നുണ്ട്. തണുപ്പും കാറ്റും കാരണം ചർമ്മം, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തണുപ്പുണ്ട്, കാറ്റുണ്ട്, ഇതുകൊണ്ട് തന്നെ ചർമ്മം വിണ്ട് കീറുന്നതിനും അതോടൊപ്പം തന്നെ പരുപരുത്തതാകുന്നതിനും തടയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ തിളക്കം നൽകുന്നുണ്ട്. ചർമ്മത്തിന് സ്വാഭാവികമായിട്ടുള്ള മൃദുത്വം, തിളക്കം ലഭിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, മുഖത്ത് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. അല്പം എടുത്തിട്ട് കഴുത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ പുറത്തു പോകുന്ന സമയത്ത് ഉപയോഗിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക്, ഈ അലോവരൊക്കെ നമുക്ക് ചർമ്മത്തിൽ നല്ല തണുപ്പ് കിട്ടാനും ഈർപ്പം നിലനിർത്താനും അതോടൊപ്പം തന്നെ അണുബാധ, തേനുള്ളത് കൊണ്ട് അണുബാധ തടയാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒലീവ് ഓയിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഈ ഒരു കോൾഡ് ക്രീം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുക. ഇത് ഈ ഒരു ബണ്ടിൽ ബാക്കിൽ ഇതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി എന്താണ് തണുപ്പ് കാലത്ത് നമുക്ക് ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം എന്താണ്? ഹലോ, പറയാം, നിങ്ങൾക്ക് പറയാം. തണുപ്പ് കാലത്ത് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ ലേണിംഗ് ആണല്ലോ. ഹലോ, എന്തായിരിക്കും അടുത്ത പ്രോബ്ലം? ലിബാം. ചുണ്ടുകൾ ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം അല്ലേ? എല്ലാവർക്കും ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ചുണ്ട് ഡ്രൈ ആവുക എന്നുള്ളതാ. അപ്പൊ ചുണ്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ലിബാം ലിപ്സ്റ്റിക്കിന്റെ ഗുണം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലിബാമിന്റെ ഒന്നും ലിപ്സ്റ്റിക്കിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ലിബാം തന്നെ 2 ഫ്ലേവറിൽ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് വരുന്നത് നമ്മുടെ സ്ട്രോബെറി, മറ്റൊന്ന് വരുന്നത് ചെറിയാണ്. അപ്പൊ ഈ 2 പ്രൊഡക്റ്റും നമുക്ക് നമ്മുടെ കളറിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വാങ്ങി നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുക. നിങ്ങളെ കയ്യിൽ വേണം, കരുതണം. നിങ്ങൾ യൂസ് ചെയ്യുക. സെൽഫ് യൂസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, നീ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പറയാൻ പറ്റണം, എനിക്കത് യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ്, നമ്മുടെ ലിബാം. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്കൊക്കെ ഇത് ആഡ് ചെയ്തതാണ്. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും പറയുന്ന കൂട്ടത്തിൽ ഇത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ലിബാം നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, ഷിയ ബട്ടർ അടങ്ങിയിട്ടുണ്ട്, ജോജോബോ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് ഇതിലുണ്ട് എന്നുള്ളതാ. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ വരണ്ട് പോകാതിരിക്കാൻ, പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ തടയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ചുണ്ടുകൾക്ക് നല്ല ഈർപ്പം, അതോടൊപ്പം തന്നെ നല്ല മൃദുത്വം കിട്ടാനൊക്കെ ഉള്ള ഒരു കണ്ടന്റും കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആഘാതം കുറക്കാൻ ഉള്ള നമ്മുടെ SPF സംരക്ഷണം പോലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നുള്ളതാ. അപ്പോൾ ഇത് എല്ലാവരും, ഇതിൽ 2 തരം ഫ്ലേവറിലാണ് ഉള്ളത്. ഒന്ന് സ്ട്രോബെറി, മറ്റൊന്ന് നമുക്ക് ചെറി. ഇതാണ് നമ്മുടെ 2 ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചുണ്ടുകൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചുണ്ടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ലിബാം പുരട്ടുക. പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൂടുതൽ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചുണ്ടുകളൊക്കെ നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ ദിവസത്തിൽ പല തവണകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ,
അപ്പോ ചുണ്ടിന്റെ കറുപ്പ് ജനുവൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കറുപ്പൊന്നും പോവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ചുണ്ട് നല്ല റെഡ് അല്ലാതെ നിങ്ങൾക്കൊരു എന്താ പറയാ നല്ലൊരു പൊട്ടി പോവാതിരിക്കാനും അതോടൊപ്പം തന്നെ ചെറിയൊരു കളർ വ്യത്യാസം ചേഞ്ച് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ലിപ് ബാം. അപ്പോ നമുക്ക് കാലിനുള്ള പരിഹാരം കിട്ടി, ബോഡിക്കുള്ള പരിഹാരം കിട്ടി, ചുണ്ടിനുള്ള പരിഹാരം കിട്ടി. ഇനി എന്താണ് അടുത്തൊരു പരിഹാരം പറയാൻ പറ്റുമോ? ഇനി ഗസ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഹലോ, ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. എന്തായിരിക്കും ആ പ്രൊഡക്റ്റ്? പറയൂ, ഏതായിരിക്കും പ്രൊഡക്റ്റ്? ഹെയർ അല്ല, ഹെയർ അല്ല, ഹെയർ അല്ല. ആ, വെരി ഗുഡ്. ആരോ ഒരു ആൻസർ പറഞ്ഞു. നമ്മുടെ ഫേസ് ഡ്രൈ ആവൂലേ? ഫേസ് ഡ്രൈ ആവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ബോഡി ലോഷൻ നമ്മൾ പറഞ്ഞു, ലിപ് ബാം നമ്മൾ പറഞ്ഞു, ഫുട്ട് ക്രീം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ പപ്പായ മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ അതും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് മുന്നേ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇടക്ക് വെച്ചിട്ട് അത് സ്റ്റോക്ക് ഔട്ട് ആയി. പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് എൻക്വയറി ചോദിച്ചിരുന്നു. ഇത് ഇനി കിട്ടാനുണ്ടോ, നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കമ്പനി വീണ്ടും നമുക്കത് തിരിച്ചു തന്നു. മനസ്സിലായി? ഇത് വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്, വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇത്രയും ഗ്ലാമർ ആയിട്ട് ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ്. അപ്പോ ഇതിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം കൂടെ ഞാൻ പറയുകയാണ്. ഇത് ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ഈ പപ്പായ ക്രീം. പപ്പായ ക്രീം അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് എല്ലാവരും മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. ചെറിയ പ്രൈസിൽ ഏതൊരാളുകൾ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പപ്പായ മോയ്സ്ചറൈസിങ് ക്രീം. അപ്പൊ ഇത് എല്ലാവരും ഈ ഒരു പപ്പായ ക്രീം ഉപയോഗിക്കുക. ഇതിന്റെ സവിശേഷ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൽ ചെമ്പരത്തി ഉണ്ട്, പപ്പായ ഉണ്ട്. പപ്പായ എന്ന് പറഞ്ഞാൽ ഓമക്കായ അല്ലെ, നമുക്ക് ചില സ്ഥലത്ത് പറയും ഓമക്കായ. അപ്പൊ ഇത് പപ്പായ അതോടൊപ്പം തന്നെ നമ്മുടെ ചെമ്പരത്തിന്റെ ഒരു കണ്ടന്റ് ആണ് ഇതിലുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ചർമ്മം മൃദുത്വം കിട്ടാനും തിളങ്ങാനും ഒക്കെ നമുക്കത് ഉപയോഗിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കും. പിന്നെ പപ്പായയിൽ ഒരു എൻസൈം ഉണ്ട്, അത് നമ്മളെ ചർമ്മത്തിന്റെ കറുത്ത പാടുകൾ കുറക്കാനും തിളക്കം നൽകാനും സഹായിക്കും. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ചർമ്മം വരണ്ട് പോകാതിരിക്കാൻ മൃദുമായിട്ട് നമുക്ക് നിലനിർത്താൻ ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള സംരക്ഷണം, വെയിലേറ്റിട്ടുണ്ടാകുന്ന സൺ ടാൻ മാറ്റാൻ ഇത് ഏറ്റവും വലിയ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറക്കാൻ ഇത് സഹായിക്കും. ഇത് മുഖത്തും കഴുത്തിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതോടൊപ്പം തന്നെ കഴുത്തിൽ മുഖത്തും ഉപയോഗിക്കുക. പിന്നെ മുകളിലോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മുകളിലോട്ട് കഴുത്തിൽ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്യുക. കഴുത്ത് നമ്മൾ മറക്കരുത്. ഇത് ഫേസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫേസിൽപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ കഴുത്ത്. അപ്പൊ ഈ കഴുത്തും കൂടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് 2 നേരം ഉപയോഗിക്കുക, രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഏതൊക്കെ സ്കിന്നിന് പറ്റുമെന്ന് വെച്ചാൽ നോർമൽ സ്കിന്നിന് പറ്റും, പിന്നെ ഡ്രൈ സ്കിന്നിന് പറ്റും, ഓയിൽ സ്കിന്നിന് പറ്റും. ഏത് സ്കിന്നിനും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പപ്പായ മോയ്സ്ചറൈസിങ് ക്രീം. ഓക്കെ, അപ്പോ എത്ര പ്രൊഡക്റ്റ് ആയി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര പ്രൊഡക്റ്റ് ആയി? നമ്മളിപ്പോ എത്ര പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എത്ര പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു? ഹലോ, 7. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വീണ്ടും പറയുന്നു, അഷ്ടതുളസി, റെസ്പിറേറ്ററി, ടീ ട്രീ ഓയില്, ഫൂട്ട് ക്രീം, കോൾഡ് ക്രീം, പപ്പായ ക്രീം, ലിപ് ബാം. 7 പ്രൊഡക്റ്റ് ആയി. 7 പ്രൊഡക്റ്റ് ആയി. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ തരാം, പിടിച്ചോളൂ. അതാണ് നമ്മുടെ ഈ പപ്പായ ക്രീം ഒക്കെ തേച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിലേറ്റ്, ഇപ്പൊ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് സൂര്യപ്രകാശം തട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാ, സൺക്രീം നമ്മൾ ഉപയോഗിക്കുക. സൺക്രീമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ? വണ്ടി ഇപ്പോ സാധാ വാഹനങ്ങളൊക്കെ മാറി ഇപ്പൊ ഹൈബ്രിഡ് ആണ്.
എല്ലാ ഹൈബ്രിഡ് വണ്ടികളാണ്. അപ്പൊ ഹൈബ്രിഡിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഓടി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ അത് ചിലപ്പം ബാറ്ററിയിലാവും, പെട്രോൾ മാറി ബാറ്ററിയിലേക്ക് മാറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു സവിശേഷതകളൊക്കെ ഹൈബ്രിഡിനുണ്ട്. ഇതേപോലെ നമ്മുടെ പപ്പ സൺക്രീം ഒരു ഹൈബ്രിഡ് സൺക്രീമാണ്. 48 മണിക്കൂറും നിങ്ങളുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്തുന്ന നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സൺക്രീം അവൈലബിൾ ആണ്. 450 രൂപയാണ് അതിന് വരുന്നുള്ളൂ. നിങ്ങൾക്ക് SPF 50 ആണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സൺക്രീം. അപ്പൊ അതും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ റിസൾട്ടായി. അപ്പൊ ഇനി നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടാവും, പഠിച്ചോനെ ഇനിയിപ്പോ ഇതിനൊക്കെ കൂടെ എത്ര ഉറുപ്പ്യ വരും? അതാണ് നമ്മുടെ ആകെക്കൂടെ ഒരു വിഷയം. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഒരു ബണ്ടിൽ ബാക്കിന്റെ PV എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സൺക്രീം ഒഴിവാക്കിയിട്ടുള്ള ഏകദേശം 7 പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം വരുന്നത് 1760 രൂപയാണ്. 7 പ്രൊഡക്റ്റിന് ആകെ വരുന്നത് 1760. 34 PV ആണ് നമുക്ക് വരുന്നത്. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഞാൻ ഇതിൽ സൺക്രീം ആഡ് ചെയ്തിട്ടില്ല. സൺക്രീം ആഡ് ചെയ്യാണ്ട് വെറും ഈ 7 പ്രൊഡക്റ്റ് മാത്രം എടുത്തപ്പോൾ തന്നെ 34 PV വന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സെറ്റ് വാങ്ങിച്ചാൽ പോരാ. അറ്റ്ലീസ്റ്റ് ഒരു 3 സെറ്റ് നിങ്ങൾ വാങ്ങിക്കുക. 3 സെറ്റ് ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ PV ഒക്കെ ഓരോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ചെയ്യാം 300-500ലേക്കൊക്കെ നമുക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നാളായിട്ട് നിങ്ങൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, സമീർജി ഈ ഒരു ഇൻഫിനിറ്റി പ്ലാനിൽ നമുക്ക് ഷിഫ്റ്റ് ലൈഫിന് ഷിഫ്റ്റിന്റെ ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു വണ്ടർഫുൾ ഉറപ്പാണ് നമുക്ക് തരുന്നത്. എല്ലാത്തിനും ഉറപ്പുണ്ട്, പക്ഷെ ഇതിൽ 100-ൽ 101% നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ തരികയാണ്. നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചാൽ ഒന്നല്ല രണ്ടല്ല, നിങ്ങളൊരു 3 സെറ്റ് നിങ്ങൾ വാങ്ങിക്കുക. ഈ 3 സെറ്റ് നിങ്ങൾ ആളുകളിലേക്ക് ഇത് 3 സെറ്റ് വാങ്ങിക്കുന്ന 7 പ്രൊഡക്റ്റ് വെച്ച് നിങ്ങളൊരു 3 സെറ്റ് വാങ്ങിക്കുമ്പോഴേക്കും നിങ്ങളുടെ PV എത്രയാണെന്നറിയോ? 102 PV ആണ് ആവുന്നത്. 102 PV ആണ് ആവുന്നത്. മനസ്സിലായോ? 5278 രൂപക്ക് നിങ്ങൾക്ക് 102 PV ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. നാളെ ലോയൽറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് റീപർച്ചേസ് ഓഫറിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റും കൂടെ കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഞാൻ തന്നിട്ടുള്ള അറിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 3 സെറ്റ് നിങ്ങൾ ഇന്നോ നാളായിട്ട് ബില്ല് ചെയ്യുക, നിങ്ങൾ ആളുകളിലേക്ക് കൊടുക്കുക, നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾ 2 സെറ്റ് എക്സ്ട്രയും വാങ്ങി നിങ്ങളൊരു 100 PV ചുരുങ്ങി നിങ്ങൾ ബില്ലടിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 100 PV ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഒരു 100 PV ആക്കുക. ബാക്കി നിങ്ങൾ വേറെ ചെയ്തോളൂ. മനസ്സിലായോ? അപ്പൊ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ അഷ്ടതുളസി ഒരു 10 എണ്ണം വാങ്ങിച്ചാലും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പിന്നെ കിട്ടണില്ല, പിന്നെ കയ്യിലില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് പേസ്റ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ വെച്ചിരുന്നു. ഇപ്പൊ എന്റെ ബാഗിലുള്ളത് ടീ ട്രീ ഓയിലും അഷ്ടതുളസി റെസ്പിറേറ്ററി സിറപ്പാണ്. കാരണം പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ് ആളുകൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ വലിയ രീതിയിൽ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റുകളാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വാങ്ങി ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ മീറ്റിംഗിൽ വന്ന എല്ലാവർക്കും ഇതൊരു വലിയ രീതിയിലുള്ള ഒരു അറിവായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം നമുക്ക് 856,323 പേര് നമ്മുടെ മീറ്റിംഗിലുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നോളേജ്, ഈ ഒരു സൊല്യൂഷൻ ബേസ്ഡ് ബണ്ടൽ ബാഗ് നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് കാഴ്ചവെക്കാനുള്ള ഒരു ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.